അപ്രതീക്ഷിതമായി ഭരണപക്ഷത്തെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ 2 പേർ രാജിവെക്കുന്നു. അത് ആയുധമാക്കാമെന്ന് കരുതി പടയും പടവാളുമായി ഇറങ്ങിയ CPM-നെ അടിച്ചു മൂലക്കിരുത്തിയ മന്ത്രി. അതായിരുന്നു രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ ഇന്ന് നോക്കിക്കണ്ട കാഴ്ച. കഴിഞ്ഞ ദിവസം ആയിരുന്നു ആരോഗ്യ ദേവസ്വം മന്ത്രി K. മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ 2 പേർ അപ്രതീക്ഷിതമായിട്ട് രാജിവെച്ചത്. രാജിയുടെ കാരണം ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു മന്ത്രി മറുപടി നൽകിയത്. അതിനെ വീട്ടിൽ പോയി ചോദിക്കേ എന്ന് പറഞ്ഞ പഴയ മുഖ്യമന്ത്രിയുടെ അണികൾ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കുമ്പോഴായിരുന്നു അടുത്ത മറുപടിയുമായിട്ട് ആരോഗ്യമന്ത്രി എത്തിയത്. താൻ രാത്രി 12 മണി വരെ അക്ഷീണം സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അത്രയും സമയം ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ സ്വയം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തതെന്നായിരുന്നു മന്ത്രി വ്യക്തമാക്കിയത്. അതായത് താൻ ഒരു മന്ത്രി ആയതുകൊണ്ട് സമയം നോക്കി ജോലി ചെയ്യുന്ന ഒരാളല്ല. ഇത്ര മണിക്ക് ശേഷം ഓഫീസ് പൂട്ടിയിടുന്ന ഏർപ്പാടൊന്നും തനിക്കില്ല എന്ന് അടിവരയിടുന്നതാണ് മന്ത്രി CPM-ന് മുന്നിൽ വെച്ച ചെക്ക്. കൂടാതെ ഇന്ന് മാധ്യമങ്ങൾ കണ്ട മന്ത്രി സെക്രട്ടേറിയറ്റിൽ ഉച്ചവരെ ഭരണപരമായ കാര്യങ്ങൾക്കും ഉച്ചയ്ക്ക് ശേഷം പൊതുജനങ്ങളെ കാണുന്നതിനും സമയം മാറ്റിവെക്കണമെന്ന അഭിപ്രായത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. ആയുഷ് വകുപ്പിലെ ഒരു നിയമനം റദ്ദാക്കിയത് സ്വാഭാവികമായ നടപടിയാണെന്നും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നും മാധ്യമങ്ങൾക്ക് മറുപടിയും കൊടുത്തു. അദ്ദേഹം ഇത് സംബന്ധിച്ച് നൽകിയ പ്രതികരണം ചേർക്കുന്നുണ്ട്, കാണാം. അവര് തന്നെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണെന്ന്. ഞാൻ രാത്രി 12 മണിക്കാണ് സെക്രട്ടേറിയറ്റിൽ പോകാറ്. അത്രയും സമയം ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് ചിലർക്കുണ്ട്. അതുകൊണ്ട് അവർ ഒഴിഞ്ഞു പോയി സ്വയം. അത്രേ ഉള്ളൂ. അതിപ്പോൾ അവരോട് ചോദിക്കേണ്ട കാര്യം. അതായത് ആശയദാരിദ്ര്യം എല്ലാവരും ബാധിച്ചിട്ടുണ്ട് UDF സർക്കാർ വന്നതിന് ശേഷം. അതായത് പനി ക്ലിനിക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇപ്പോൾ 200ഓളം ബെഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ CSR ഫണ്ട് ഉപയോഗിച്ചൊരു പുതിയ ബ്ലോക്ക് നിർമ്മിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവിടെയും ഈ രോഗികളെ നിലത്ത് കിടത്തുന്നുണ്ട്. ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തീർച്ചയായും അവിടെ തന്നെ കോളേജ് കോമ്പൗണ്ടിൽ തന്നെ സ്ഥലമുണ്ട്. ഒരു വാർഡ് നിർമ്മിച്ച് അവിടെ കിടക്ക സജ്ജീകരിച്ച് പൂർണ്ണമായിട്ടും രോഗികളെ മെഡിക്കൽ കോളേജുകളിൽ നിലത്ത് കിടന്ന് ഒഴിവാക്കാനുള്ള സംരംഭത്തിൻ്റെ ആദ്യപടിയാണ് പുലനാർ കോട്ടയിൽ. അത് കഴിഞ്ഞ് രണ്ടാമത്തത് കോഴിക്കോടാണ്. അല്ല, അത് രണ്ട്, അതായത് DMEയും DHSും അവരുടെ ഒരു കോർഡിനേഷനിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 200ഓളം ബെഡുകൾ ക്രമീകരിക്കും. ഇവിടെ വന്ന് അഡ്മിറ്റായ രോഗികൾ, അതായത് എല്ലാ രോഗികളും കാർഡിയോളജി വിഭാഗത്തിൽ നിന്ന് രോഗികളെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയില്ലല്ലോ. അല്ല, ഞാൻ മുഖ്യമായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ പനി കൂടുതലുണ്ടല്ലോ, അവർക്കുള്ളൊരു ക്ലിനിക്കായിട്ട് ഇപ്പോൾ തൽക്കാലം മാറ്റുക. ബാക്കി കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നീങ്ങും. ഇപ്പോൾ കൺട്രോൾഡ് ആണ്. ഇനി മഴ കൂടുമ്പോൾ ഡെങ്കി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിന് ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഡേ ആചരണം കൂടുതൽ വിപുലീകരിക്കാനും തീരുമാനിച്ചു. അത് അവർ തന്നെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണെന്ന്. ഞാൻ രാത്രി 12 മണിക്കാണ് സെക്രട്ടേറിയറ്റിൽ പോകാറ്. അത്രയും സമയം ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് ചിലർക്കുണ്ട്. അതുകൊണ്ട് അവർ ഒഴിഞ്ഞു പോയി സ്വയം. അത്രേ ഉള്ളൂ. അതിപ്പോൾ അവരോട് ചോദിക്കേണ്ട കാര്യം. അതായത് ആശയദാരിദ്ര്യം എല്ലാവരും ബാധിച്ചിട്ടുണ്ട് UDF സർക്കാർ വന്നതിന് ശേഷം. അപ്പോൾ അതുകൊണ്ടാണ് അവസാനത്തെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ജോലിയെടുക്കാൻ പ്രയാസമുള്ളവർ സ്വാഭാവികമായിട്ട് ഒഴിഞ്ഞു പോവും, പുതിയ ആൾക്കാരെ വയ്ക്കും. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിയമസഭയിലടക്കം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ ഓഫീസിലടക്കം വലിയ തിരക്കാണെന്നാണ്. ലിസ്റ്റ് പോലും തകരാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിയമസഭയിൽ ഷിബു ബേബി ജോൺ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊന്നും നിയന്ത്രിക്കപ്പെടേണ്ടതല്ലേ? സ്പീക്കർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലും. അല്ല, അതിന് സെക്രട്ടേറിയറ്റിൽ ഉച്ചവരെ നിയന്ത്രണം വേണം എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ക്യാബിനറ്റ് യോഗത്തിൽ വന്നിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കും. അതേസമയത്ത് വിസിറ്റേഴ്സിന് ഒരിക്കലും വാതിൽ കൂട്ടി അടക്കില്ല. പക്ഷെ അതിന് സമയമുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ വിസിറ്റേഴ്സിനെ കാണാൻ എല്ലാവർക്കും സമയമുണ്ട്. ഉച്ചവരെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ചർച്ചകളുണ്ടാവും. ഇതുപോലെ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ അതിനൊരു സമയം വേണ്ടേ. എപ്പോഴും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, തീരുമാനം എടുക്കുന്ന കാര്യത്തിലൊക്കെ ഡിലേ വരും. അതുകൊണ്ടാണ് ഉച്ചവരെ ഭരണകാര്യങ്ങൾ മാത്രം നോക്കുക. ഉച്ച കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കും. അല്ല, അവിടെ പിന്നെ എല്ലാം ഒരു ഓഫീസ് കേന്ദ്രീകരിച്ചാണല്ലോ പ്രവർത്തനം. ഇതങ്ങനെയല്ല. ഇത് ആയുഷ് വകുപ്പിലെ ഒരു സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറെ നിയമിച്ച് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ നിയമനം റദ്ദാക്കി ഹോമിയോപ്പതി ഡോക്ടർ രജികുമാർ. അതെന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണവുമില്ല. അതൊക്കെ
ചില ആളുകളെ വെക്കുന്ന സമയത്ത് അവർക്ക് ചില അസൗകര്യങ്ങൾ വരും. നമ്മൾ സീനിയോറിറ്റിയൊക്കെ നോക്കിയിട്ടാണ് വെക്കാറ്. ചിലപ്പോൾ അവർക്ക് അസൗകര്യം വരും. ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ്. ഇതിങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കാൻ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ തോന്നുന്നത്. ഒന്ന് എല്ലാം ശരിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എങ്ങനെ കൊച്ചിയിലെ കെയർ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു കൂട്ടപ്പിരിച്ചുവിടലുണ്ടായി. അതൊരു ആരോഗ്യ സ്ഥാപനം, മെഡിക്കൽ ബോർഡിംഗ് സ്ഥാപനമാണ്. പക്ഷെ അതിൻ്റെ തൊഴിലാളികളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ലേബർ വകുപ്പാണ്. അത് ലേബർ വകുപ്പ് അതിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.